നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കൊണ്ടോട്ടിയിൽ തെരുവുനായ ആക്രമണത്തിൽ കുട്ടിയുൾപ്പെടെ 5 പേർക്ക് കടിയേറ്റു. നാട്ടുകാർ പ്രതിഷേധം കടുപ്പിച്ചതോടെ അടിയന്തര നടപടിയുമായി നഗരസഭാ അധികൃതർ രംഗത്തെത്തി. അനിമൽ റെസ്ക്യൂ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരുവുനായകളെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. തെരുവുനായ ആക്രമണത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കൊണ്ടോട്ടിയിലെ പ്രദേശവാസികൾ. ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർക്കാണ് തെരുവുനായകളുടെ വ്യാപക ആക്രമണത്തിൽ കാലിനും കൈക്കും കടിയേറ്റത്. കൊണ്ടോട്ടി പഴയങ്ങാടി സ്വദേശി സലീം, സഹോദരങ്ങളായ കെ വീരാൻകുട്ടി, കെ ഇബ്രാഹിം, ഓമാനൂർ സ്വദേശി മറിയുമ്മ, കൊട്ടപ്പുറം സ്വദേശി 10 വയസ്സുകാരി നൂഹ ഫാത്തിമ തുടങ്ങിയവർക്കാണ് കടിയേറ്റത്. ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവുനായകളുടെ ആക്രമണം ജനങ്ങൾക്ക് ഭീഷണിയായതോടെ പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരുവുനായകളെ പിടികൂടാനുള്ള അടിയന്തര നടപടികളുമായി കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിദാ ഷഹീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം രംഗത്തിറങ്ങിയത്. അനിമൽ റെസ്ക്യൂ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരുവുനായകളെ പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് നഗരസഭ. ഇതിനായി DDRF വോളണ്ടിയർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മൃഗഡോക്ടറുടെ നേതൃത്വത്തിൽ നായകളെ പിടികൂടി വന്ധീകരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിദാ ഷഹീർ, അഷ്റഫ് മാടാൻ, റംല കൊടവണ്ടി, ഫിറോസ് എന്നിവരുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് തെരുവുനായകളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ചാനൽ 10 കൊണ്ടോട്ടി. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.